Good evening, all. So, we quantity surveying and valuation in the class discuss. First, we quantity surveying. So, quantity surveying is a term or process used in construction industry to take the measurement of civil work, prepare specification, and estimate the cost of work either for each trade of work or for the whole project. അപ്പോൾ എനിക്കിതാണ്ട് ഈ ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യണം. അപ്പോൾ ഈ ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് ഇതിന് എത്ര എമൗണ്ട് ചെലവാകും, അല്ലെങ്കിൽ എത്ര എമൗണ്ട് ചെലവാകും, അതേപോലെ ഈ ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് എനിക്ക് എന്തുമാത്രം ഐറ്റംസ് വേണം. എന്തുമാത്രം ഐറ്റംസ് എന്ന് പറഞ്ഞാൽ എനിക്ക് എത്ര ബാഗ് സിമെന്റ് വേണം, എത്ര ടൺ സ്റ്റീൽ വേണം, എത്ര വോളിയം വുഡ് വേണം ഈ ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യാൻ. അങ്ങനെയുള്ള ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ മെഷർ ചെയ്തെടുക്കുന്നതിനെയാണ് ക്വാണ്ടിറ്റി സർവേയിങ് എന്ന് പറയുന്നത്. അപ്പോൾ ടു ടേക്ക് മെഷർമെന്റ് ഓഫ് സിവിൽ വർക്ക്, പ്രിപ്പയർ സ്പെസിഫിക്കേഷൻസ്. അപ്പോൾ മെഷർമെന്റ് കാൽക്കുലേറ്റ് ചെയ്യാം, സ്പെസിഫിക്കേഷൻസ് എടുക്കുക. സ്പെസിഫിക്കേഷൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഓരോ ഐറ്റവും ഇൻ ഡീറ്റെയിൽ നമ്മൾ പറയുന്നതാണ് സ്പെസിഫിക്കേഷൻ. ഫോർ എക്സാമ്പിൾ, നമ്മൾ കോൺക്രീറ്റ് വർക്ക് എടുക്കുകയാണ്. അപ്പോൾ കോൺക്രീറ്റ് വർക്ക് എടുക്കാൻ നേരത്ത് ഏത് ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതേ കണക്ക് നമ്മൾ റീഇൻഫോഴ്സ്മെന്റ് യൂസ് ചെയ്യുമ്പോൾ FE415 ഗ്രേഡ് ആണോ, അല്ലെങ്കിൽ FE500 ആണോ, അത് കണക്ക് FE500 ഡിഫോംഡ് ബാർസ് ആണോ, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് പറയുന്നതാണ് സ്പെസിഫിക്കേഷൻ. ആൻഡ് എസ്റ്റിമേറ്റ് ദ കോസ്റ്റ് ഓഫ് വർക്ക്. എസ്റ്റിമേറ്റ് ദ കോസ്റ്റ് ഓഫ് വർക്ക് എന്ന് വെച്ചാൽ നമ്മൾ ഓരോ വർക്ക് ചെയ്യാനും എത്ര എമൗണ്ട് ചെലവാകും, അതാണ് എസ്റ്റിമേറ്റ് ദ കോസ്റ്റ് ഓഫ് വർക്ക് ഐദർ ഫോർ ഈച്ച് ട്രേഡ് ഓഫ് വർക്ക് ഓർ ഫോർ ദ ഹോൾ പ്രോജക്ട്. അപ്പോൾ ഈച്ച് ട്രേഡ് ഓഫ് വർക്ക് എന്ന് ഉദ്ദേശിക്കാൻ കാര്യം, ഇപ്പോൾ നമുക്ക് ഒന്നുകിൽ നമുക്ക് ആ ഫുൾ ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യുന്നതിന്റെ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഇപ്പോൾ അല്ലെങ്കിൽ നമുക്കൊരു വാൾ കൺസ്ട്രക്ട് ചെയ്യുന്ന കോസ്റ്റ് സെപ്പറേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. പിന്നെ അതേ കണക്ക് തന്നെ അടുത്തതെന്ന് പറയുമ്പോൾ റൂഫ് കോൺക്രീറ്റ് ചെയ്യുന്നതിന്റെ കോസ്റ്റ് സെപ്പറേറ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. ഒന്നുകിൽ നമുക്ക് ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യുന്നതിന്റെ കോസ്റ്റ് സെപ്പറേറ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ടോട്ടൽ ബിൽഡിങ്ങിന്റെ ഒരുമിച്ച് കാൽക്കുലേറ്റ് ചെയ്യാം. ഇപ്പൊ ക്വാണ്ടിറ്റി സർവേയിങ് എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. നമ്മളൊരു കൺസ്ട്രക്ഷൻ ചെയ്യുവാണെങ്കിൽ ആ കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് നമുക്ക് എന്തൊക്കെ മെറ്റീരിയൽസ് വേണം, അതേ കണക്ക് കൺസ്ട്രക്ഷൻ വർക്ക് ചെയ്യാനായിട്ട് നമുക്ക് എത്ര രൂപ ചെലവാകും. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം കാൽക്കുലേറ്റ് ചെയ്യുന്നതിനാണ് ക്വാണ്ടിറ്റി സർവേയിങ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, ബേസിക് പ്രിൻസിപ്പിൾസ്. അപ്പോൾ നെക്സ്റ്റ് ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് സർവേ, ക്വാണ്ടിറ്റി സർവേയിങ്. നമുക്ക് രണ്ട് പ്രിൻസിപ്പിൾസ് ആണുള്ളത്. ഫസ്റ്റ് വൺ, ദ ക്വാണ്ടിറ്റി ഓഫ് each individual item of work is worked out from the respective dimension on the drawing of the structure. ഇപ്പോൾ ഞാൻ ഇവിടെ ഒരു സിംഗിൾ റൂമിന്റെ പ്ലാൻ തന്നിട്ടുണ്ട്. ഈ സിംഗിൾ റൂം പ്ലാനിന്റെ ഡയമെൻഷൻസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സിംഗിൾ റൂം പ്ലാൻ തന്നു, ആ പ്ലാന്റെ ഡയമെൻഷൻ തന്നു. ഇപ്പൊ നമ്മൾ ഇവിടെ എന്തുമാത്രം ബ്രിക്സ് വേണം ഈ ഒരു റൂം കൺസ്ട്രക്ട് ചെയ്യാൻ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി, നമുക്ക് റൂമിന്റെ ഡയമെൻഷൻസ് അറിയാം. അപ്പോൾ റൂമിന്റെ ഡയമെൻഷൻസ് അറിയാമെങ്കിൽ നമുക്ക് വോളിന്റെ വോളിയം കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് ഓരോ വോളിന്റെയും വോളിയം എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം, ലെങ്ത് ഓഫ് വോൾ ഇൻറ്റു ബ്രെഡ്ത്ത് ഓഫ് വോൾ ഇൻറ്റു ഹൈറ്റ് ഓഫ് വോൾ. അപ്പോൾ ലെങ്ത് ഓഫ് വോൾ ഇൻറ്റു ബ്രെഡ്ത്ത് ഓഫ് വോൾ ഇൻറ്റു ഹൈറ്റ് ഓഫ് വോൾ ചെയ്യുമ്പോൾ എത്ര വോളിയമാണ് നമുക്ക് ബ്രിക്ക് വർക്ക് വരുന്നതെന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. എത്ര വോളിയത്തിലാണ് ബ്രിക്ക് വർക്ക് വരുന്നതെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കറിയാം, ഇപ്പൊ നമുക്ക് ഫോർ എക്സാമ്പിൾ ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു 1200 m³ ആണ്, m³ വോളിയം ഓഫ് വോൾ ഉണ്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യാണ്. ഫോർ എക്സാമ്പിൾ പറഞ്ഞതാണ്. ഇപ്പൊ ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അത് വരില്ല. ഒരു എക്സാമ്പിൾ പറഞ്ഞാണ്. ഇപ്പോൾ ഈ തന്നിരിക്കുന്ന റൂമിന്റെ ലെങ്തും ബ്രെഡ്ത്തും ഹൈറ്റും തമ്മിൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 1200 m³ ആണ് വോളിയം കിട്ടുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ വോളിയം കാൽക്കുലേറ്റ് ചെയ്ത് നമ്പർ ഓഫ് ബ്രിക്സ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. സോ നമുക്കറിയാം, നമ്മുടെ ഓർഡിനറി ബ്രിക്ക്, നമ്മുടെ ക്ലേ ബ്രിക്ക് ഒരു m³ 500 നമ്പർ ഓഫ് ക്ലേ ബ്രിക്സ് ആണുള്ളത്. 500 നമ്പർ ഓഫ് ക്ലേ ബ്രിക്സ് ആണുള്ളത്. അപ്പോൾ 1200 m³ ഉള്ളത് കാൽക്കുലേറ്റ് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി, 1200 × 500 ചെയ്താൽ നമുക്ക് ഈ ഒരു റൂം കൺസ്ട്രക്ട് ചെയ്യാൻ എത്ര m³ അല്ല എത്ര ബ്രിക്സ് വേണമെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അതാണ് നമ്മുടെ പറയുന്ന ഫസ്റ്റ് പ്രിൻസിപ്പിൾ. ദ ക്വാണ്ടിറ്റി ഓഫ് ഈച്ച് ഇൻഡിവിജ്വൽ ഐറ്റം ഓഫ് വർക്ക് ഈസ് വർക്ക്ഡ് ഔട്ട് ഫ്രം ദി റെസ്പെക്റ്റീവ് ഡയമെൻഷൻ ഓൺ ദ ഡ്രോയിങ് ഓഫ് സ്ട്രക്ചർ. ഈ സെക്കൻഡ് പ്രിൻസിപ്പിൾ,
each quantity of item is multiplied with the rate will give the cost of item. അപ്പോൾ നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്തു? വോളിയം കാൽക്കുലേറ്റ് ചെയ്തു. ഇനി നമുക്ക് പറയാം ഒരു എം ക്യൂബ് കൺസ്ട്രക്ട് ചെയ്യാൻ വരുന്ന കോസ്റ്റ് എന്ന് വെച്ചാൽ ₹300 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് ആ ബ്രിക്ക് വർക്ക് കൺസ്ട്രക്ട് ചെയ്യാനുള്ള കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വരും. 1200 എം ക്യൂബ് ആണ് വോളിയം. അപ്പോൾ 1200 × 300 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആ കോസ്റ്റ് ഓഫ് കൺസ്ട്രക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് രണ്ട് പ്രിൻസിപ്പിൾ. ഫസ്റ്റ് പ്രിൻസിപ്പിൾ പറയുന്നത് എന്താണ്? നമുക്കൊരു ഡ്രോയിങ് ഉണ്ടെങ്കിൽ ആ ഡ്രോയിങ്ങിന് നമുക്ക് റിക്വയർഡ് ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഇനി എന്താണ് സെക്കൻഡ് പ്രിൻസിപ്പിൾ പറയുന്നത്? നമുക്ക് ഒരു എം ക്യൂബ് നമുക്ക് ഒരു പെർട്ടിക്കുലർ ക്വാണ്ടിറ്റിയുടെ റേറ്റ് അറിയാമെങ്കിൽ ടോട്ടൽ റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് അതുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പൊ ഞാൻ എക്സാമ്പിൾ പറഞ്ഞാൽ ഒരു എം ക്യൂബ് ബ്രിക്ക് വർക്ക് കൺസ്ട്രക്ട് ചെയ്യാൻ നമുക്ക് 300 രൂപയാണ് ചെലവാകുന്നതെങ്കിൽ അപ്പോൾ ഞാൻ നേരത്തെ നമുക്ക് ഈ വരുന്ന വോളിയം എത്രയാണ്? 1200 എം ക്യൂബ് ആണ് ബ്രിക്കിന്റെ വോളിയം എന്ന് കാൽക്കുലേറ്റ് ചെയ്തു. അപ്പോൾ 1200 × 300 ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും എത്ര രൂപയാണ് ഇത് കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടി ചെലവാക്കുന്നതെന്ന്. സോ മനസ്സിലായെന്ന് വിചാരിക്കുന്നു രണ്ട് പ്രിൻസിപ്പിൾസ്. ഇനി നെക്സ്റ്റ് വൺ എസ്റ്റിമേറ്റ്. അപ്പോൾ an estimate is the computation of quantities required and the expenditure likely to be incurred in the construction work. So an estimate is the computation of quantities. ഓരോ ക്വാണ്ടിറ്റീസ് കാൽക്കുലേറ്റ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ എർത്ത് വർക്കിന്റെ ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്തു, ബ്രിക്ക് വർക്കിന്റെ ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്തു, RCC സ്ട്രക്ചേഴ്സിന്റെ ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ്. അതാണ് ഓരോ ഐറ്റത്തിന്റെ ക്വാണ്ടിറ്റീസ് കാൽക്കുലേറ്റ് ചെയ്യണം. എസ്റ്റിമേറ്റ് ഈസ് ദ കമ്പ്യൂട്ടേഷൻ ഓഫ് ക്വാണ്ടിറ്റീസ് റിക്വയർഡ്. എന്നിട്ട് ആൻഡ് എക്സ്പെൻഡിച്ചർ ലൈക്ലി ടു ബി ഇൻകോർഡ് ഇൻ ദ കൺസ്ട്രക്ഷൻ വർക്ക്. അപ്പോൾ ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിനകത്ത് നിന്ന് ഓരോ ഐറ്റത്തിന്റെയും എത്ര എമൗണ്ട് ആണ് വരുന്നതെന്ന് കാൽക്കുലേറ്റ് ചെയ്യാണ് എസ്റ്റിമേറ്റ്. അപ്പോൾ നമുക്ക് ഒരു ബ്രിക്ക് വർക്ക് എടുക്കുവാണെങ്കിൽ നേരത്തെ പറഞ്ഞ കണക്ക് എത്ര നമ്പർ ഓഫ് ബ്രിക്സ് വേണമെന്ന് കാൽക്കുലേറ്റ് ചെയ്തു. അതിൽ നിന്ന് നമുക്ക് ഒരു ബ്രിക്കിന്റെ വാല്യൂ ഒരു ബ്രിക്കിന്റെ ഇപ്പോൾ നേരത്തെ പറഞ്ഞതനുസരിച്ച് 1200 ആണ് നമുക്ക് എം ക്യൂബ് വോളിയം വന്നത്. നമുക്ക് അറിയാം ഒരു എം ക്യൂബിൽ 500 നമ്പർ ഓഫ് ബ്രിക്സ് ഉണ്ട്. അപ്പോൾ ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എത്ര നമ്പർ ഓഫ് ബ്രിക്സ് നമുക്ക് വേണമെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ എന്താണ് 5 2s are 10, 6000 നമ്പർ ഓഫ് ബ്രിക്സ് വേണം നമുക്ക് ആ നേരത്തെ കാണിച്ച ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യാൻ, അല്ലെങ്കിൽ ആ സിംഗിൾ റൂം കൺസ്ട്രക്ട് ചെയ്യാൻ. ഇപ്പോൾ ഒരു ബ്രിക്കിന്റെ വില നമുക്കറിയാം. ഇപ്പോൾ ഒരു ബ്രിക്കിന്റെ കോസ്റ്റ് എന്ന് വെച്ചാൽ 40 rupees ആണെങ്കിൽ നമുക്ക് ബ്രിക്സ് മേടിക്കാനുള്ള എസ്റ്റിമേറ്റ് എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. എന്താണ്? 6000 × 40. അപ്പോ എത്ര വന്നു? 2,40,000 rupees വേണം ബ്രിക്സ് മാത്രം നമുക്ക് മേടിക്കാനായിട്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എസ്റ്റിമേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു എസ്റ്റിമേറ്റ് എന്ന് വെച്ചാൽ നമ്മൾ ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നു. എന്തുമാത്രം ഇപ്പൊ ബ്രിക്സിന്റെ ക്വാണ്ടിറ്റി 6000 നമ്പർ ഓഫ് ബ്രിക്സ് വേണമെന്ന് കാൽക്കുലേറ്റ് ചെയ്തു. അതിൽ നിന്ന് നമുക്ക് എത്ര എമൗണ്ട് വേണം ആ ബ്രിക്സ് വാങ്ങാനായിട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്തു. അതാണ് എസ്റ്റിമേറ്റ് എന്ന് പറഞ്ഞാൽ. Estimate is the computation of quantities required and the expenditure likely to be incurred in the construction of work. Next one ആണ് purpose of estimate. അപ്പോൾ purpose of estimate important ആണ്. എന്താണ് estimatesന്റെ purpose? First one നോക്കിക്കേ, to ascertain the necessary amount of money required by the owner to complete the proposed work. അപ്പോൾ ഇതാണ് ഏറ്റവും മേജർ പോയിന്റ്. ഇപ്പോൾ ഞാനൊരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യാൻ പോകണം, അല്ലെങ്കിൽ ഞാനൊരു വീട് വെക്കാൻ പോവാണ്. ആ വീട് വെക്കാനായിട്ട് എത്ര രൂപ ചെലവാകും എന്ന് നമ്മൾ നേരത്തെ അനലൈസ് ചെയ്യണം. എന്നാൽ മാത്രമേ എൻ്റെ കയ്യിൽ അത്രയും പൈസ ഉണ്ടോ, അല്ലെങ്കിൽ എനിക്ക് എന്തുമാത്രം എമൗണ്ട് ഞാൻ കരുതി വെക്കണം എന്നൊക്കെ അനലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതാണ് മേജർ പോയിന്റ്. ascertain the necessary amount of money required by the owner to complete the proposed work. അപ്പോൾ എത്രമാത്രം എമൗണ്ട് നമ്മൾ ഓണറിന്റെ കയ്യിൽ ഉണ്ടാകണം ആ ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യാനായിട്ട്. അതാണ് പറയുന്ന ഫസ്റ്റ് പോയിന്റ്.
പിന്നെ അതിനകത്ത് ഇപ്പോൾ ഒരു പബ്ലിക് ബിൽഡിംഗ് ഒക്കെ ആണെങ്കിൽ, ഇപ്പൊ ഗവൺമെന്റിന് വേണ്ടി കൺസ്ട്രക്ട് ചെയ്യുന്ന എന്തെങ്കിലും ബിൽഡിംഗ് ആണെങ്കിൽ അവിടെ നമുക്ക് എന്ത് വേണം? നമുക്ക് അഡ്മിനിസ്ട്രേറ്റീവ് അപ്രൂവൽ വേണം. അഡ്മിനിസ്ട്രേറ്റീവ് അപ്രൂവൽ എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ ഒരു സ്കൂളിന് വേണ്ടി ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യാണ്. ഇപ്പൊ സ്കൂളിന് വേണ്ടി ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് സ്കൂളിൽ ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാരൊന്നുമല്ല. സ്കൂളിൽ എന്താണ്? സ്കൂളിൽ ടീച്ചേഴ്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ സ്കൂളിന് ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ അപ്രൂവൽ വേണമെങ്കിൽ അതിന്റെ കൺസേൺഡ് അതോറിറ്റിയുടെ, അപ്പോൾ അതിന്റെ ഹയർ അതോറിറ്റി അല്ലെങ്കിൽ ആ സ്കൂളിന് വേണ്ടി ആരാണോ ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്ത് കൊടുക്കുന്നത് അവരുടെ അപ്രൂവൽ വാങ്ങുക. അതാണ് ഒരു പബ്ലിക് ബിൽഡിംഗ് വരുവാണെങ്കിൽ. ടു ഗെറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് അപ്രൂവൽ, അലോട്ട്മെന്റ് ഓഫ് ഫണ്ട് ആൻഡ് ടെക്നിക്കൽ സാങ്ഷൻ. അപ്പോൾ ഒരു ഗവൺമെന്റ് ബിൽഡിങ്ങിന് ഫണ്ട് കൊടുക്കുന്നത് ഗവൺമെന്റ് ആയിരിക്കും. അപ്പൊ ആ ഫണ്ട് അപ്രൂവ് ചെയ്യണമെങ്കിൽ അതിന്റെ കൺസേൺഡ് അതോറിറ്റി ഉണ്ടാവും ഫണ്ട് അപ്രൂവ് ചെയ്യാനായിട്ട്. അപ്പോ അതിനെന്ത് വേണം? Of material required in order. അപ്പോൾ എസ്റ്റിമേറ്റ് എടുത്തു കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് എത്ര എമൗണ്ട് എസ്റ്റിമേറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ നേരത്തെ പറയുകയാണെങ്കിൽ എത്ര നമ്പർ ഓഫ് ബ്രിക്സ് വേണോ, അല്ലെങ്കിൽ തന്നെ എത്ര ക്വാണ്ടിറ്റി ഫൈൻ അഗ്രിഗേറ്റ് വേണം, എത്ര കിലോ സിമെന്റ് വേണം, എത്ര ബാഗ് സിമെന്റ് വേണം കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് മെറ്റീരിയൽസ് അവൈലബിലിറ്റി ഒക്കെ നേരത്തെ തന്നെ എടുത്തു വെക്കാൻ പറ്റും എസ്റ്റിമേറ്റ് എടുത്തു കഴിഞ്ഞാൽ. തേർഡ് പറയുന്നതാണ് ടു കാൽക്കുലേറ്റ് ദ നമ്പർ ഓഫ് ഡിഫറെന്റ് കാറ്റഗറീസ് ഓഫ് വർക്കേഴ്സ്. അപ്പോൾ ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ഷന് നമുക്ക് ഒരു പെർട്ടിക്കുലർ വർക്കേഴ്സ് മാത്രമല്ല ഉണ്ടാകുക. അപ്പോൾ വുഡ് വർക്കിന് സെപ്പറേറ്റ് ആൾക്കാരാണ് വേണ്ടത്. ഇനി എന്തെങ്കിലും സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ആർക്കിടെക്ചേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതിന് സ്കിൽഡ് ലേബേഴ്സ് ഒക്കെ വേണം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ അറേഞ്ച് ചെയ്ത് വെക്കണമെങ്കിൽ നമ്മളൊരു എസ്റ്റിമേറ്റ് എടുക്കുക, എന്നിട്ട് അതിന്റെ ക്വാണ്ടിറ്റീസ് എല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എളുപ്പത്തിൽ നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇനി ഫോർത്ത് പോയിന്റ് പറയുന്നതാണ് to assess the requirement of tools and equipment required to complete the work according to the program. ഇപ്പോൾ ഒരു ഹ്യൂജ് കൺസ്ട്രക്ഷൻ ആണെന്ന് വിചാരിക്കും. ഹ്യൂജ് കൺസ്ട്രക്ഷൻ 25 ഫ്ലോർസ് ഒക്കെ ഉള്ള ഒരു ഫ്ലാറ്റ് ആണ് കൺസ്ട്രക്ട് ചെയ്യുന്നതെങ്കിൽ അവിടെ നമുക്ക് ക്രെയിൻ അല്ലെങ്കിൽ ലിഫ്റ്റ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വേണ്ടി വരും വർക്ക് ഈസി ആയിട്ട് പ്രോഗ്രസ് ചെയ്യാനായിട്ട്. അപ്പോൾ എസ്റ്റിമേറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഡീറ്റെയിൽസ് ഒക്കെ ഏതൊക്കെ ടൂൾസും എക്യുപ്മെന്റ്സും ഒക്കെയാണ് വേണ്ടത് ഇതിന്റെ കൺസ്ട്രക്ഷൻ എന്ന് മനസ്സിലാകത്തുള്ളൂ. ഈ നെക്സ്റ്റ് പോയിന്റ് പറയുന്നതാണ് ടു ഫിക്സ് അപ്പ് ദ കംപ്ലീഷൻ പീരിയഡ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ടു ഫിക്സ് അപ്പ് ദ കംപ്ലീഷൻ പീരിയഡ് ഫ്രം ദ വോളിയം ഓഫ് വർക്ക് ഇൻവോൾവ് ഇൻ ദി എസ്റ്റിമേറ്റ്. ഇപ്പോൾ ഒരു പ്രോജക്റ്റിന് സാങ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഇത്ര ദിവസത്തിനുള്ളിൽ അത് കംപ്ലീറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഇത്ര മന്ത്സ് അല്ലെങ്കിൽ ഇത്ര ഡേയ്സിനുള്ളിൽ അത് കംപ്ലീറ്റ് ചെയ്യണം. അപ്പൊ കംപ്ലീഷൻ പീരീഡ് നമുക്ക് കറക്റ്റ് ആയിട്ട് ജഡ്ജ് ചെയ്യണമെങ്കിൽ നമ്മുടെ ഒരു ആഡിക്വേറ്റ് അല്ലെങ്കിൽ ഒരു ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് കയ്യിലുണ്ടാകണം. ആൻഡ് ലാസ്റ്റ് വൺ ടു ഇൻവൈറ്റ് ടെൻഡേഴ്സ്. ഇപ്പോൾ നമുക്കൊരു പ്രോജക്റ്റിന് ടെൻഡറിന് കൊടുക്കുകയാണ്. ഇപ്പോൾ യൂഷ്വലി നമ്മൾ ഗവൺമെന്റ് ബിൽഡിങ്സ് ഒക്കെ ആയിരിക്കും ടെൻഡറിന് കൊടുക്കുന്നത്. അപ്പോൾ പബ്ലിക് ബിൽഡിങ്സും പ്രൈവറ്റ് ബിൽഡിങ്സും നമ്മൾ ടെൻഡർ ഇൻവൈറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ടെൻഡർ ഇൻവൈറ്റ് ചെയ്യുമ്പോൾ പല കോൺട്രാക്ടേഴ്സും പല റേറ്റ് ആയിരിക്കും കോട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഏറ്റവും ലീസ്റ്റ് ആയിട്ട് കോട്ട് ചെയ്ത ആൾക്ക് പലപ്പോഴും ഏറ്റവും ലീസ്റ്റ് കോട്ട് ചെയ്യുന്ന ആൾക്ക് കൊടുക്കണമെന്നില്ല. ബിക്കോസ് ഏറ്റവും ലീസ്റ്റ് ആയിട്ട് കോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസിന്റെ ക്വാളിറ്റി വളരെ പുവർ ആയിരിക്കും. അപ്പോൾ നമ്മൾ ഒരു എസ്റ്റിമേറ്റ് എടുത്ത് ഒരു എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്ത് അത് കണക്ക് അതിന്റെ ക്വാണ്ടിറ്റീസ് അതിന്റെ സ്പെസിഫിക്കേഷൻസ് ഒക്കെ നേരത്തെ എടുത്തു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ടെൻഡർ ഇൻവൈറ്റ് ചെയ്യുമ്പോൾ പെട്ടെന്ന് ജഡ്ജ് ചെയ്യാൻ പറ്റും ഏതാളുടെയാണ് നല്ല ടെൻഡർ, അവർ ഏതൊക്കെ മെറ്റീരിയൽസ് ആണ് യൂസ് ചെയ്യുന്നത്, അവരുടെ കോസ്റ്റ് എത്രയാണ് ഈസിലി ആയിട്ട് നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റും. അപ്പോൾ ടെൻഡർ ഇൻവൈറ്റ് ചെയ്യാനും എസ്റ്റിമേറ്റ് ഒരു ടെൻഡർ ഇൻവൈറ്റ് ചെയ്യണമെങ്കിലും നമ്മളൊരു നല്ല എസ്റ്റിമേറ്റ് എടുത്ത് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടാകണം. സോ ഇത്രയും കാര്യങ്ങളാണ് പർപ്പസ് ഓഫ് എസ്റ്റിമേറ്റ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, നമുക്ക് എക്സാംസിന് ചോദിക്കാറാണ്. ഇപ്പോ കുറച്ച് ഓപ്ഷൻസ് തരും, അതിനകത്ത് പിക്ക് ഔട്ട് ചെയ്യുക ഏതാണ് പർപ്പസ് ഓഫ് എസ്റ്റിമേറ്റ്, അല്ലെങ്കിൽ ഫ്രം ദ ബിലോ മെൻഷൻഡ് ഓപ്ഷൻസ് പർപ്പസ് ഓഫ് എസ്റ്റിമേറ്റ് അല്ലാത്തത് ഏതൊക്കെയാണ് എന്നൊക്കെ ലിസ്റ്റ് ഔട്ട് ചെയ്യാനായിട്ട് ചോദിക്കും. അപ്പൊ അതറിയണമെങ്കിൽ നമ്മൾ ഏതൊക്കെയാണ് എസ്റ്റിമേറ്റിന്റെ പർപ്പസ് എന്ന് അറിഞ്ഞിരിക്കണം.
സോ നെക്സ്റ്റ് വൺ, ഡേറ്റ ഫോർ എസ്റ്റിമേറ്റ്. ഒരു എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യാനായിട്ട് എന്തൊക്കെ ഡേറ്റാസ് കയ്യിലുണ്ടാകണം? ഫസ്റ്റ് വൺ ആണ് ഡ്രോയിങ്. ഡ്രോയിങ് എന്ന് പറയുമ്പോൾ നമ്മുടെ ബിൽഡിങ്ങിന്റെ പ്ലാൻ, അതിന്റെ സെക്ഷൻസ്, ആ ഡീറ്റെയിൽസ് എല്ലാമാണ് ഡ്രോയിങ്സിനകത്ത് പറയുന്നത്. സെക്കൻഡ് വൺ ആണ് സ്പെസിഫിക്കേഷൻസ്. തേർഡ് വൺ ആണ് റേറ്റ്സ്. ഇപ്പൊ സ്പെസിഫിക്കേഷൻ നമുക്ക് ഡീറ്റെയിൽഡ് സ്പെസിഫിക്കേഷൻസും ജനറൽ സ്പെസിഫിക്കേഷൻസും ഒക്കെ ഉണ്ട്, നമുക്ക് വരുന്ന സ്ലൈഡ്സിലത് പറയാം. അപ്പോൾ 3 കാര്യങ്ങളാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്: ഡ്രോയിങ്സ്, സ്പെസിഫിക്കേഷൻസ് ആൻഡ് റേറ്റ്സ്. ഇത് 3 ഓർത്തിരിക്കുക. അപ്പോൾ മൾട്ടിപ്പിൾ ചോയ്സിനകത്ത് ചോദിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ to make out an estimate for a work, the following data are necessary: drawings, specifications and rates. Drawings, specifications and rates. ഇപ്പോൾ ഡ്രോയിങ്സിന് പകരം ചിലപ്പോൾ ഓപ്ഷനിൽ തരുന്നത് പ്ലാൻ അല്ലെങ്കിൽ സെക്ഷൻ എന്നൊക്കെ ആയിരിക്കും തരുന്നത്. അത് ഓർത്തിരിക്കുക, കറക്റ്റ് ആയിട്ട് ഓപ്ഷൻസ് മാർക്ക് ചെയ്യാം. ഇനി നെക്സ്റ്റ്, ടൈപ്സ് ഓഫ് എസ്റ്റിമേറ്റ്. നമുക്ക് ജനറലി 6 ടൈപ്പ് ഓഫ് എസ്റ്റിമേറ്റ് ആണുള്ളത്. അതിനകത്ത് ഫസ്റ്റ് വൺ ആണ് preliminary estimate or approximate estimate or rough cost estimate. Preliminary estimate or approximate estimate or rough cost estimate. Second one, detailed estimate or item rate estimate. Detailed estimate or item rate estimate. Third one, revised estimate. Fourth one, supplementary estimate. Fifth one, supplementary and revised estimate. Sixth one, annual repair or maintenance estimate. Sixth one, annual repair or maintenance estimate. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് വൺ ആണ് പ്രിലിമിനറി എസ്റ്റിമേറ്റ്. അപ്പോൾ ആ 3 പേരും പഠിച്ചു വെക്കുക: പ്രിലിമിനറി എസ്റ്റിമേറ്റ് ഓർ അപ്രോക്സിമേറ്റ് എസ്റ്റിമേറ്റ് ഓർ റഫ് കോസ്റ്റ് എസ്റ്റിമേറ്റ്. അപ്പോൾ ഈ കിട്ടുന്ന ഇവിടെ നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുന്ന വാല്യൂ ഒരു ആക്യുറേറ്റ് വാല്യൂ ആയിരിക്കില്ല. പകരം എന്തായിരിക്കും, ഒരു അപ്രോക്സിമേറ്റ് വാല്യൂ ആയിരിക്കും. നമുക്ക് കറക്റ്റ് വാല്യൂ ആയിരിക്കില്ല, കറക്റ്റ് എസ്റ്റിമേറ്റഡ് വാല്യൂ ആയിരിക്കില്ല, ഒരു അപ്രോക്സിമേറ്റ്, ഏകദേശം അത്രയും എമൗണ്ട് ആകും എന്നാണ് നമ്മൾ ജഡ്ജ് ചെയ്യുന്നത്. അതാണ് പ്രിലിമിനറി എസ്റ്റിമേറ്റ്. ടു ഡിസൈഡ്, സോ പ്രിലിമിനറി എസ്റ്റിമേറ്റ് എന്തിനാണ് ചെയ്യുന്നത്? ടു ഡിസൈഡ് ദ ഫിനാൻഷ്യൽ പൊസിഷൻ, to decide the financial position and policy for the administrative sanction by the competent administrative authority. ഇപ്പോൾ നമ്മുടെ കയ്യിൽ എന്താണ്, ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യാനുള്ള എമൗണ്ട് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് എടുക്കുന്നതാണ് ഒരു പ്രിലിമിനറി എസ്റ്റിമേറ്റ് അല്ലെങ്കിൽ അപ്രോക്സിമേറ്റ് എസ്റ്റിമേറ്റ് ഓർ റഫ് കോസ്റ്റ് എസ്റ്റിമേറ്റ്. ഇനി നമുക്ക് 4 രീതിയിൽ പ്രിലിമിനറി എസ്റ്റിമേറ്റ് എടുക്കാറുണ്ട്. ഫസ്റ്റ് വൺ ആണ് പ്ലിന്ത് ഏരിയ ബേസിസ്. സെക്കൻഡ് വൺ, ക്യൂബിക് കണ്ടന്റ് ബേസിസ്. തേർഡ് വൺ, അപ്രോക്സിമേറ്റ് ക്വാണ്ടിറ്റി മെത്തേഡ് എസ്റ്റിമേറ്റ്. ആൻഡ് ലാസ്റ്റ് വൺ, പെർ യൂണിറ്റ് ബേസിസ് മെത്തേഡ്. അപ്പൊ 4 രീതിയിലാണ് നമ്മൾ പ്രിലിമിനറി എസ്റ്റിമേറ്റ്സ് എടുക്കുന്നത്: പ്ലിന്ത് ഏരിയ ബേസിസ്, ക്യൂബിക് കണ്ടന്റ് ബേസിസ്, അപ്രോക്സിമേറ്റ് ക്വാണ്ടിറ്റി മെത്തേഡ് എസ്റ്റിമേറ്റ്, ആൻഡ് ലാസ്റ്റ് വൺ, പെർ യൂണിറ്റ് ബേസിസ് മെത്തേഡ്. അപ്പോൾ ഓരോന്നും എന്താന്ന് നോക്കാം. ഫസ്റ്റ് വൺ ആണ് പ്ലിന്ത് ഏരിയ ബേസിസ്. അപ്പോൾ പ്ലിന്ത് ഏരിയ ബേസിൽ നമുക്ക് പ്ലിന്ത് ഏരിയ ഒരു എം സ്ക്വയർ അല്ലെങ്കിൽ ഒരു പ്ലിന്ത് ഏരിയയുടെ ബേസിലാണ് നമ്മൾ എസ്റ്റിമേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നോക്കിക്കേ, പ്ലിന്ത് ഏരിയ എസ്റ്റിമേറ്റ് ഈസ് കാൽക്കുലേറ്റഡ് ബൈ ഫൈൻഡിങ് ദ പ്ലിന്ത് ഏരിയ ഓഫ് ദ ബിൽഡിംഗ് ആൻഡ് മൾട്ടിപ്ലൈയിങ് ബൈ പ്ലിന്ത് ഏരിയ റേറ്റ്. അപ്പോൾ calculating by finding the plinth area of the building and by multiplying the plinth area rate. So അത് ഞാൻ ഒരു പ്രോബ്ലം വെച്ച് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. അപ്പോൾ പ്ലിന്ത് ഏരിയയുടെ ഡെഫിനേഷനും കൂടെ ഓർത്തിരിക്കുക. So plinth area, the built up covered area of a building measured at the floor level of any story, including wall thickness. എന്ന് വെച്ചാൽ ഇതൊരു വട്ടം PSC എക്സാമിന് ചോദിച്ചതാണ്. എക്സ്ക്ലൂഡിംഗ് വാൾ തിക്നെസ്, ഇൻക്ലൂഡിംഗ് വാൾ തിക്നെസ് എന്നൊക്കെ പറഞ്ഞ് ഓപ്ഷനിൽ വന്നിട്ടുണ്ടായിരുന്നു പ്ലിന്ത് ഏരിയ പറ്റി പറയുമ്പോൾ. സോ പ്ലിന്ത് ഏരിയ, ദ ബിൽറ്റ് അപ്പ് കവേർഡ് ഏരിയ ഓഫ് എ ബിൽഡിംഗ് മെഷേർഡ് അറ്റ് ദ ഫ്ലോർ ലെവൽ ഓഫ് എനി സ്റ്റോറി. അപ്പോൾ പ്ലിന്ത് ഏരിയ ബേസിൽ എങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. സോ ആ പ്രോബ്ലത്തിന് മുന്നേ നമുക്ക് വേറൊരു കാര്യം കൂടി നോക്കണം: ക്യൂബിക് കണ്ടന്റ് ബേസിസ്. പ്ലിന്ത് ഏരിയയിൽ നമ്മൾ എന്താണ്, ഏരിയ വെച്ചിട്ടാണ് നമ്മൾ എസ്റ്റിമേറ്റ് എടുക്കുന്നത്. ക്യൂബിക് കണ്ടന്റ് ബേസ് എന്ന് വെച്ചാൽ വോളിയത്തിന്റെ ബേസിലാണ് നമ്മൾ എസ്റ്റിമേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്, ലെങ്ത് ഓഫ് ദ ബിൽഡിംഗ് ഇൻറ്റു ബ്രെഡ്ത്ത് ഓഫ് ദ ബിൽഡിംഗ് ഇൻറ്റു ഹൈറ്റ് ഓഫ് ദ ബിൽഡിംഗ്. അപ്പോൾ ക്യൂബിക് കണ്ടന്റ്
ഒരു പ്രിലിമിനറി എസ്റ്റിമേറ്റ് ഉണ്ട്. പ്ലിന്ത് ഏരിയ ബേസിൽ ഒരു പ്രിലിമിനറി എസ്റ്റിമേറ്റ് ഉണ്ട്. പ്ലിന്ത് ഏരിയയിലാണെങ്കിൽ എന്താണ്, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് മാത്രമേ കൺസിഡർ ചെയ്യുള്ളൂ. ക്യൂബിക് കണ്ടന്റ് ബേസിലാണെങ്കിൽ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് കൺസിഡർ ചെയ്യും. അപ്പോൾ ക്യൂബിക് കണ്ടന്റ് ബേസ് ആണ് കമ്പാരിറ്റീവ്ലി കുറച്ചും കൂടി ആക്യുറേറ്റ് ആയിട്ട് വരുന്ന എസ്റ്റിമേറ്റ്, ക്യൂബിക് കണ്ടന്റ് ബേസിസ്. സോ അതെങ്ങനെയാണ് നമ്മൾ എടുക്കുന്നതെന്ന് ജസ്റ്റ് ഒരു ചെറിയ പ്രോബ്ലം വെച്ച് പറഞ്ഞു തരാം. A person construct a building of plinth area equal to 1000 square meter. A person construct a building of plinth area equal to 1000 square meter on a plot of land in a certain locality at a cost of rupees 95,000. The height of building from ground level to the top of the roof is 3.5 meter and a parapet wall of height equal to 80 centimeter is constructed on the terrace. Determine the cost of similar building of plinth area equal to 135 square meter to be constructed in same locality by plinth area method and by volume rate or cubical content method. അപ്പോൾ ഇതിനകത്ത് പറയുന്നത് എന്താണ്, നമ്മുടെ കയ്യിൽ ഒരു ബിൽഡിംഗ് ഉണ്ട്, 100 സ്ക്വയർ മീറ്റർ ഉള്ള ബിൽഡിംഗ്. അത് കൺസ്ട്രക്ട് ചെയ്യാനുള്ള കോസ്റ്റ് എത്രയാണ്? 95,000 rupees ആണ് അത് കൺസ്ട്രക്ട് ചെയ്യാനുള്ള കോസ്റ്റ്. അപ്പോൾ നമുക്ക് പ്ലിന്ത് ഏരിയ മെത്തേഡിൽ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഈ രണ്ട് വാല്യൂസും മതി. ഒരു 100 സ്ക്വയർ മീറ്റർ ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യാനുള്ള കോസ്റ്റ് എത്രയായിരുന്നു? 95,000 rupees ആയിരുന്നു. അപ്പോൾ ഒരു സ്ക്വയർ മീറ്റർ കൺസ്ട്രക്ട് ചെയ്യാൻ എത്ര രൂപ ചെലവാകും? 950 rupees ആണ് ചെലവാകുന്നത്. ഒരു സ്ക്വയർ മീറ്റർ കൺസ്ട്രക്ട് ചെയ്യാൻ ചെലവാകുന്നത് 950 rupees. പിന്നെന്താ പറയുന്നത്, നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് 135 സ്ക്വയർ മീറ്റർ ഉള്ള ബിൽഡിങ്ങിന്റെ വാല്യൂ ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ എന്താണ്, ഒരു സ്ക്വയർ മീറ്റർ കൺസ്ട്രക്ട് ചെയ്യാനുള്ള കോസ്റ്റ് 950 rupees. അപ്പോ 135 സ്ക്വയർ മീറ്റർ ഉള്ള ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ എത്ര രൂപ മതി? 135 into 950 rupees. 135 into 950 rupees ആണ്. So ദാണ്ടെ 1,28,250 rupees ആണ് നമുക്ക് സിമിലർ ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യാനുള്ള എമൗണ്ട് ആയിട്ട് വന്നിരിക്കുന്നത് പ്ലിന്ത് ഏരിയ മെത്തേഡിൽ. ഇനി നെക്സ്റ്റ് എന്ത് വേണം? വോളിയം റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. സോ വോളിയം റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ബിൽഡിങ്ങിന്റെ ഹൈറ്റ് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. The height of the building from the ground level to the top of the roof is 3.5 meter. അപ്പോൾ ബിൽഡിങ്ങിന്റെ ഹൈറ്റ് 3.5 meter and a parapet wall of height equal to 80 centimeter. അപ്പോൾ പാരപ്പറ്റിന്റെ ഹൈറ്റും തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഹൈറ്റ് കൺസിഡർ ചെയ്യുമ്പോൾ എന്ത് വേണം? റൂഫ് ലെവലുള്ള ഒരു ഹൈറ്റ് കൺസിഡർ ചെയ്യണം. 3.5 meter ആണ് റൂഫ് വരെയുള്ള ഹൈറ്റ്. ഇനി റൂഫിന്റെ മുകളിൽ നമുക്ക് പാരപ്പറ്റ് ഉണ്ട്. പാരപ്പറ്റിന്റെ ഫുൾ ഹൈറ്റ് നമ്മൾ കൺസിഡർ ചെയ്യില്ല. പാരപ്പറ്റിന്റെ ഹൈറ്റിന്റെ പകുതി എന്ന് പറയുമ്പോൾ 80യുടെ പകുതി 40 centimeter. അപ്പൊ എന്ത് വരും? 0.4 meters ആണ് പാരപ്പറ്റിന്റെ ബിൽഡിങ്ങിന്റെ ഹൈറ്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോ ഹൈറ്റ് ഓഫ് ദ ബിൽഡിംഗ് അപ് ടു റൂഫ് ലെവൽ. സോ ഗ്രൗണ്ട് ലെവൽ മുതൽ റൂഫ് ലെവൽ വരെയുള്ള ഹൈറ്റും പ്ലസ് പാരപ്പറ്റിന്റെ ഹാഫ്. അപ്പോൾ ഗ്രൗണ്ട് ലെവൽ മുതൽ റൂഫ് വരെയുള്ള ഹൈറ്റ് എന്ന് പറയുന്നത് 3.5 meter ആണ്. ഈ പാരപ്പറ്റിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 80 centimeter ആണ് പാരപ്പറ്റ് വാളിന്റെ ഹൈറ്റ്. അപ്പോൾ പാരപ്പറ്റ് വാളിന്റെ ഹൈറ്റിന്റെ ഹാഫേ നമ്മൾ എടുക്കുള്ളൂ. അപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഹൈറ്റ് എന്ന് പറയുന്നത് 3.5 പ്ലസ് 40 centimeter, 0.4 meters. അപ്പോൾ വോളിയം ഓഫ് ദ ബിൽഡിംഗ് എന്ത് വരും? 100 into 3.9 ആണ് വോളിയം ഓഫ് ബിൽഡിംഗ്. 100 into 3.9.
സർ മ്യൂട്ടായി പോയി തോന്നുന്നു. ഇപ്പം കേൾക്കാവല്ലോ? ഇപ്പൊ കേക്കാം. ഹലോ, ഇപ്പം കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേൾക്കാം സർ. ഓക്കെ, അപ്പോ വോളിയം മെത്തേഡ് ആണ് നമുക്ക് കുറെ കൂടി വോളിയം റേറ്റ് അല്ലെങ്കിൽ ക്യൂബിക് കണ്ടന്റ് മെത്തേഡ് ആണ് കുറച്ചും കൂടി ആക്യുറേറ്റ് ആയിട്ടുള്ള മെത്തേഡ് എന്ന് പറയുന്നത്. സോ അവിടെ നമ്മൾ ബിൽഡിങ്ങിന്റെ വോളിയം വെച്ചിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ക്ലിയർ ആണോ? plinth area method and cubic content method. ക്ലിയർ ആണ്. So next method ആണ് approximate quantity method. So ഇവിടെ നമ്മൾ ലെങ്ത്തിന്റെ ബേസിലാണ് ക്വാണ്ടിറ്റീസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. The total length of wall is found in running meter and the total length multiplied by rate per running meter. അപ്പോൾ ലെങ്ത്തിന്റെ ബേസിലാണ് നമ്മൾ ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത്. റേറ്റ് കാൽക്കുലേറ്റ് ചെയ്തും ഒരു മീറ്റർ കൺസ്ട്രക്ഷന് വേണ്ടിയിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതാണ് അപ്രോക്സിമേറ്റ് ക്വാണ്ടിറ്റി മെത്തേഡ്. സോ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഒരു ബിൽഡിങ്ങിനെ രണ്ട് പാർട്ടായി ഡിവൈഡ് ചെയ്യും. ഫൗണ്ടേഷൻ ഇൻക്ലൂഡിങ് പ്ലിന്തും സൂപ്പർ സ്ട്രക്ചർ. അപ്പോൾ രണ്ട് പാർട്ടായിട്ടാണ് അപ്രോക്സിമേറ്റ് ക്വാണ്ടിറ്റി മെത്തേഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ റണ്ണിങ് മീറ്റേഴ്സ് പെർ മീറ്ററിന്റെ റേറ്റിലാണ് ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത്. മീറ്റർ ലെങ്ത്, ഒരു മീറ്റർ കൺസ്ട്രക്ട് ചെയ്യാനുള്ള റേറ്റ് ഇത്രയാണ് എന്ന് വെച്ചിട്ടാണ് ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ പെർ യൂണിറ്റ് ബേസിസ് മെത്തേഡ്. സോ പെർ യൂണിറ്റ് ബേസിസ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഓരോ യൂണിറ്റിന്റെ ബേസിൽ, ഫോർ എക്സാമ്പിൾ per classroom for schools, per bed for hospital, per seat for cinema and theater halls. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഹോസ്പിറ്റൽ ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യണമെന്ന് വിചാരിക്കുക. ഹോസ്പിറ്റൽ ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യുന്നത് നമ്പർ ഓഫ് ബെഡ്സിന്റെ ബേസിലാണ്. ഇപ്പോൾ ഡിസൈൻ എ മൾട്ടി സ്റ്റോറി ബിൽഡിംഗ് ഫോർ 150 ബെഡ്സ്. അപ്പോൾ അതേ കണക്ക് തന്നെ സ്കൂൾ ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യുകയാണെങ്കിൽ നമ്പർ ഓഫ് സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു ക്ലാസ്സിൽ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ 30 സ്റ്റുഡൻസിന് വേണ്ടിയുള്ള ഒരു ക്ലാസ് റൂം വരുന്ന രീതിയിലായിരിക്കും സ്കൂൾ ബിൽഡിംഗ്സ് ഒക്കെ കൺസ്ട്രക്ട് ചെയ്യാൻ പറയുന്നത്. അപ്പോൾ ഒരു ബെഡ് കൺസ്ട്രക്ട് ചെയ്യാൻ, ഒരു ബെഡുള്ള ഹോസ്പിറ്റൽ കൺസ്ട്രക്ട് ചെയ്യാനുള്ള എമൗണ്ട് വെച്ചിട്ടാണ് നമ്മൾ അതിന്റെ റേറ്റ് പറയുന്നത്. അപ്പോൾ ഒരു ബെഡുള്ള ഒരു ഹോസ്പിറ്റൽ കൺസ്ട്രക്ട് ചെയ്യാനുള്ള റേറ്റ്, അതൊരു എക്സാമ്പിൾ ആയിട്ട് പറയുവാണ് കേട്ടോ. നമ്മൾ പ്രാക്ടിക്കലി അങ്ങനെയല്ല ചെയ്യുന്നത്. നമുക്ക് റഫ് എസ്റ്റിമേറ്റ് എടുക്കാനായിട്ട്, ഫോർ എക്സാമ്പിൾ 150 ബെഡുള്ള ഒരു മൾട്ടി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ കൺസ്ട്രക്ട് ചെയ്യാൻ നമുക്കൊരു 2 crore rupees ചെലവായി. അപ്പൊ നമുക്ക് 150 ബെഡുള്ള ഒരു മൾട്ടി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ കൺസ്ട്രക്ട് ചെയ്യാൻ ഒരു 2 crore rupees ചെലവായി. അപ്പോൾ 350 ബെഡുള്ള ഒരു മൾട്ടി സ്റ്റോറീഡ് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ കൺസ്ട്രക്ട് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാം? ഈസി ആയിട്ട് എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യാം. അതൊരു പ്രിലിമിനറി മെത്തേഡ് മാത്രമാണ്. അപ്പോൾ അതാണ് പെർ യൂണിറ്റ് ബേസിൽ പറയുന്നത്. അതേ കണക്ക് തന്നെ സ്കൂൾ ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യാൻ നേരത്ത് ഒരു ക്ലാസ്, ഇപ്പോൾ 30 സ്റ്റുഡൻസിനെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്ലാസ് റൂം നമ്മൾ ഡിസൈൻ ചെയ്യാണ്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് എത്ര നമ്പർ ഓഫ് സ്റ്റുഡൻസിനെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും, എത്ര ക്ലാസ് റൂംസ് വേണമെന്നൊക്കെ ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതാണ് പെർ യൂണിറ്റ് ബേസിസ് മെത്തേഡ്. അപ്പോൾ നമ്മൾ പറഞ്ഞ 4 പ്രിലിമിനറി മെത്തേഡിനകത്തും ആക്യുറേറ്റ് ആയിട്ട് വരുന്ന മെത്തേഡാണ് വോളിയം ബേസിൽ കാൽക്കുലേറ്റ് ചെയ്യുന്ന മെത്തേഡ്, cubic content method or volume method, volume rate or cubic content method. അതാണ് നമുക്ക് മോസ്റ്റ് ആക്യുറേറ്റ് മെത്തേഡ്, പ്രിലിമിനറി എസ്റ്റിമേറ്റിനകത്തുള്ള മോസ്റ്റ് ആക്യുറേറ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് വൺ ആണ് ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ്.
അപ്പോൾ ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റിനകത്ത് നമുക്കൊരു ബിൽഡിങ്ങിന്റെ എല്ലാ കാര്യങ്ങളും ഇൻ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അനലൈസ് ചെയ്യും. എന്ന് വെച്ചാൽ റൈറ്റ് ഫ്രം എന്താണ് എർത്ത് വർക്ക് എക്സ്കവേഷൻ മുതൽ പെയിന്റിങ് വരെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എഴുതുന്നതാണ് ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ്. അപ്പോൾ ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റിനകത്ത് ക്വാണ്ടിറ്റീസ്, റേറ്റ് ആൻഡ് കോസ്റ്റ് ഓഫ് ഓൾ ഐറ്റംസ് ഇൻ ഡീറ്റെയിൽ ഇൻവോൾവ് ഇൻ സാറ്റിസ്ഫാക്ടറി കംപ്ലീഷൻ ഓഫ് ദ പ്രോജക്റ്റ്. എല്ലാ കാര്യങ്ങളും ഇൻ ഡീറ്റെയിൽ ആയിട്ട് വരുന്നതാണ് ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ്. അപ്പോൾ അതിനകത്ത് നമ്മൾ ഏതൊക്കെ ക്വാണ്ടിറ്റീസ് യൂസ് ചെയ്യണമെന്നുണ്ടാവും, അതിന്റെ എമൗണ്ട് ഉണ്ടാവും, അതിന്റെ റേറ്റും ഉണ്ടാവും. ഇനി ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യാനായിട്ട് നമുക്ക് രണ്ട് ഫോംസ് വേണം. അതിനകത്ത് ഫസ്റ്റ് വൺ ആണ് ഡീറ്റെയിൽസ് ഓഫ് മെഷർമെന്റ് ആൻഡ് കാൽക്കുലേഷൻ ഓഫ് ക്വാണ്ടിറ്റീസ്, മെഷർമെന്റ് ഫോം എന്ന് പറയും. സെക്കൻഡ് വൺ അബ്സ്ട്രാക്ട് ഓഫ് എസ്റ്റിമേറ്റ് ഫോം. അപ്പോൾ ഫസ്റ്റ് ഫോം ആണ് മെഷർമെന്റ് ഫോം എന്ന് പറയുന്നത്. മെഷർമെന്റ് ഫോമിനകത്ത് നമുക്ക് ഓരോ ഐറ്റത്തിന്റെയും ക്വാണ്ടിറ്റീസ് കാൽക്കുലേറ്റ് ചെയ്യും. എന്തൊക്കെ ഐറ്റംസ് ആണോ ഉള്ളത് അതിന്റെ ക്വാണ്ടിറ്റീസ് കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് മെഷർമെന്റ് ഫോം എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ ഉണ്ടല്ലോ, നമുക്ക് എത്ര നമ്പർ ഓഫ് ബ്രിക്സ് വേണം, അല്ലെങ്കിൽ എത്ര എം ക്യൂബ് ആണ് നമുക്ക് വോള് എത്ര എം ക്യൂബ് വോളാണുള്ളത്, അതൊക്കെയാണ് നമ്മൾ ഫസ്റ്റ് പറയുന്ന മെഷർമെന്റ് ഫോമിൽ എഴുതുന്നത്. സെക്കൻഡ് വൺ ആണ് അബ്സ്ട്രാക്ട് ഓഫ് എസ്റ്റിമേറ്റഡ് കോസ്റ്റ്. അബ്സ്ട്രാക്ട് ഓഫ് എസ്റ്റിമേറ്റഡ് കോസ്റ്റ് എന്ന് പറഞ്ഞ ഫോമിലാണ് ഓരോന്നും കൺസ്ട്രക്ട് ചെയ്യാൻ എത്ര എമൗണ്ട് ചെലവാകും എന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നോക്കിക്കേ, ഫസ്റ്റ് വൺ മെഷർമെന്റ് ഫോം. ഇപ്പൊ ഈ മെഷർമെന്റ് ഫോമിനകത്താണ് നമ്മൾ ഓരോന്നിന്റെയും ഡീറ്റെയിൽസ് എത്ര ക്വാണ്ടിറ്റി വേണമെന്ന് എഴുതുന്നത്. ഇപ്പൊ ഞാൻ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നമുക്ക് നോക്കി ഈ ഒരു പ്ലാൻ നോക്കി കഴിഞ്ഞാൽ കാണാം, ഇതിന്റെ ഏറ്റവും ബേസിൽ എന്താ ഉള്ളത്, ഫൗണ്ടേഷൻ കോൺക്രീറ്റ്. അപ്പൊ ഫൗണ്ടേഷൻ ഇത് എങ്ങനെയാണ് എഴുതുന്നതെന്ന് വെച്ചാൽ ഫസ്റ്റ് വൺ ഐറ്റം നമ്പർ 1, ഫസ്റ്റ് ഐറ്റം നമ്പർ 1 എന്നിട്ട് ഡിസ്ക്രിപ്ഷനകത്ത് എന്ത് കൊടുക്കുക, ഫൗണ്ടേഷൻ കോൺക്രീറ്റ്, ഫൗണ്ടേഷൻ കോൺക്രീറ്റ്. ഇപ്പോൾ നമുക്കിവിടെ ഒരു പ്ലാനേ ഉള്ളൂ, അതുകൊണ്ട് ഒരു നമ്പർ ഓഫ് ഫൗണ്ടേഷൻ കോൺക്രീറ്റ് എന്ന് കൊടുക്കുകയാണ്. ഈ ഫൗണ്ടേഷൻ കോൺക്രീറ്റിന്റെ ലെങ്ത്തും ബ്രെഡ്ത്തും ഹൈറ്റും കാൽക്കുലേറ്റ് ചെയ്യണം. സോ തന്നിരിക്കുന്ന പ്ലാനിൽ നിന്ന് ലെങ്ത്തും ബ്രെഡ്ത്തും ഹൈറ്റും കാൽക്കുലേറ്റ് ചെയ്യാം. സോ ഇതിനകത്ത് തന്നിട്ടില്ല. അപ്പോൾ ഈ തന്നിരിക്കുന്ന നമുക്ക് ഗീവൺ പ്ലാനിൽ നിന്ന് ലെങ്ത് ഓഫ് ഫൗണ്ടേഷനും ബ്രെഡ്ത്ത് ഓഫ് ഫൗണ്ടേഷനും ഹൈറ്റ് ഓഫ് ഫൗണ്ടേഷനും എഴുതുക. എന്നിട്ട് എന്ത് ചെയ്യുക, അത് മൾട്ടിപ്ലൈ ചെയ്തെഴുതുക, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്, ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്യുക, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. അങ്ങനെ ഓരോന്നിൻ്റെയും ക്വാണ്ടിറ്റീസ് കാൽക്കുലേറ്റ് ചെയ്യും. ഇപ്പോൾ നമ്മൾ ഫൗണ്ടേഷൻ കോൺക്രീറ്റ് കാൽക്കുലേറ്റ് ചെയ്തു, അതേ കണക്ക് തന്നെ അതിൻ്റെ മുകളിലുള്ള ഫൂട്ടിങ്സ്, ഫസ്റ്റ് ഫൂട്ടിങ്, സെക്കൻഡ് ഫൂട്ടിങ്, അതേ കണക്ക് പ്ലിന്ത്, അങ്ങനെ ഓരോ ഐറ്റവും ഇതേ കണക്ക് തന്നെ ഐറ്റം നമ്പർ, ഡിസ്ക്രിപ്ഷൻ, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് എഴുതി ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്യാം. അതാണ് നമ്മുടെ ഫസ്റ്റ് ഫോം, മെഷർമെന്റ് ഫോം എന്ന് പറയുന്നത്. ഓരോന്നും എത്ര ക്വാണ്ടിറ്റി ആണ് ഉള്ളത് എന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ്. ഇനി നെക്സ്റ്റ് അതാണ് ഫസ്റ്റ് ഫോം, ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റിന്റെ ഫസ്റ്റ് ഫോം. ഇനി സെക്കൻഡ് ഫോം ആണ് അബ്സ്ട്രാക്ട് ഓഫ് എസ്റ്റിമേറ്റഡ് കോസ്റ്റ്. അപ്പോൾ അബ്സ്ട്രാക്ട് ഓഫ് എസ്റ്റിമേറ്റഡ് കോസ്റ്റിനകത്ത് നമ്മൾ ഓരോ ഐറ്റത്തിനും എത്ര എമൗണ്ട് ചെലവാകും എന്നാണ് കാൽക്കുലേറ്റ് ചെയ്തത്. ഇപ്പോൾ ഫസ്റ്റ് വൺ നമുക്ക് ഐറ്റം നമ്പർ 1 ഡിസ്ക്രിപ്ഷൻ നമ്മൾ എന്താണ് ഫസ്റ്റ് വൺ എടുത്തത് ഫൗണ്ടേഷൻ കോൺക്രീറ്റ് ആണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഫൗണ്ടേഷൻ കോൺക്രീറ്റിന്റെ ക്വാണ്ടിറ്റി ഇപ്പം ലെങ്ത്തും ബ്രെഡ്ത്തും ഹൈറ്റും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമുക്കൊരു 10 മീറ്റർ ക്യൂബ് കിട്ടിയെന്ന് വിചാരിക്കാം. അപ്പോൾ ക്വാണ്ടിറ്റി 10 യൂണിറ്റിൽ മീറ്റർ ക്യൂബ് എഴുതുക, ക്വാണ്ടിറ്റി 10 യൂണിറ്റിൽ മീറ്റർ ക്യൂബ്. ഇനി റേറ്റ് എന്ന് പറയുമ്പോൾ ഒരു എം ക്യൂബ് കൺസ്ട്രക്ട് ചെയ്യാനുള്ള റേറ്റ് നമുക്ക് അറിയായിരിക്കും. ഒരു എം ക്യൂബ് കൺസ്ട്രക്ട് നമുക്ക് 500 റുപ്പീസ് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ അത് ഈ കോളത്തിൽ എഴുതുക, റേറ്റിന്റെ കോളത്തിൽ 500. അപ്പോൾ നമുക്ക് 10 എം ക്യൂബ് ഫൗണ്ടേഷൻ കൺസ്ട്രക്ട് ചെയ്യാൻ എന്ത് വന്നു, 5000 റുപ്പീസ് വന്നു 10 എം ക്യൂബ് കോൺക്രീറ്റ് കൺസ്ട്രക്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതാണ് അബ്സ്ട്രാക്ട് ഓഫ് എസ്റ്റിമേറ്റഡ് കോസ്റ്റിൽ വരുന്നത്. അബ്സ്ട്രാക്ട് ഓഫ് എസ്റ്റിമേറ്റഡ് കോസ്റ്റിൽ നമ്മൾ ഓരോ ഐറ്റത്തിനും എത്ര എമൗണ്ട് ചെലവാകും കൺസ്ട്രക്ട് ചെയ്യാനായിട്ട്, അതാണ് അബ്സ്ട്രാക്ട് ഓഫ് എസ്റ്റിമേറ്റിൽ വരുന്നത്. മെഷർമെന്റ് ഫോമിൽ ഓരോന്നും എത്ര ക്വാണ്ടിറ്റി ഉണ്ട്, ഇപ്പൊ എത്ര എം ക്യൂബ് ഫൗണ്ടേഷൻ കോൺക്രീറ്റ് ഉണ്ട്, എത്ര എം ക്യൂബ് ബ്രിക്ക് വർക്ക് ഉണ്ട്, എത്ര എം ക്യൂബ് റൂഫ് കോൺക്രീറ്റിംഗ് ഉണ്ട്, ഇതൊക്കെയാണ് മെഷർമെന്റ് ഫോമിൽ വരുന്നത്.
ഇനി നെക്സ്റ്റ് വൺ ബിൽ ഓഫ് ക്വാണ്ടിറ്റീസ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേം ആണ് ബിൽ ഓഫ് ക്വാണ്ടിറ്റീസ്. അപ്പോൾ ബിൽ ഓഫ് ക്വാണ്ടിറ്റീസ് എന്ന് വെച്ചാൽ ഈ പറയുന്ന അബ്സ്ട്രാക്ട് ഓഫ് എസ്റ്റിമേറ്റിനകത്ത് റേറ്റിന്റെ കോളം ബ്ലാങ്ക് ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. ആ റേറ്റിന്റെ കോളം ഒരു കോൺട്രാക്ടർ ഫില്ല് ചെയ്യാൻ വേണ്ടി ബ്ലാങ്ക് ആയിട്ട് ഇട്ടിരിക്കും. അങ്ങനെയുള്ള ഒരു അബ്സ്ട്രാക്റ്റിനെയാണ് നമ്മൾ ബിൽ ഓഫ് ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്. ബിൽ ഓഫ് ക്വാണ്ടിറ്റീസ്. ഇഫ് in the abstract of estimate the column of rates and amount are left blank. അപ്പോൾ റേറ്റും ബ്ലാങ്ക് ആയിരിക്കും, എമൗണ്ടും ബ്ലാങ്ക് ആയിരിക്കും. അപ്പോൾ റേറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എമൗണ്ട് എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള റേറ്റും എമൗണ്ടും ബ്ലാങ്ക് ആയിട്ട് കിടക്കുന്ന ഒരു അബ്സ്ട്രാക്റ്റിനെയാണ് ബിൽ ഓഫ് ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. ബിൽ ഓഫ് ക്വാണ്ടിറ്റി ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് ബിൽ ഓഫ് ക്വാണ്ടിറ്റി, അല്ലെങ്കിൽ ബിൽ ഓഫ് വിച്ച് among the following is known as bill of quantity എന്നൊക്കെ പറഞ്ഞ് ചോദിക്കാം. If the rate and amount column are left blank, അങ്ങനെയുള്ളതിനെയാണ് ബിൽ ഓഫ് ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. ബിൽ ഓഫ് ക്വാണ്ടിറ്റി. ഇനി ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യണം ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റിൽ. അപ്പോൾ നോക്കിയേ, റിപ്പോർട്ട്. ഫസ്റ്റ് വൺ റിപ്പോർട്ട്, സെക്കൻഡ് വൺ ജനറൽ സ്പെസിഫിക്കേഷൻ, തേർഡ് വൺ ഡീറ്റെയിൽഡ് സ്പെസിഫിക്കേഷൻ, ഫോർത്ത് വൺ ഡ്രോയിങ്സ്. ഡ്രോയിങ് എന്ന് പറയുമ്പോൾ ബിൽഡിങ്ങിന്റെ പ്ലാൻ, ബിൽഡിങ്ങിന്റെ എലിവേഷൻ, സെക്ഷണൽ എലിവേഷൻസ്. ഫിഫ്ത്ത് വൺ കാൽക്കുലേഷൻ ആൻഡ് ഡിസൈൻ. സിക്സ്ത് വൺ അനാലിസിസ് ഓഫ് റേറ്റ്സ്. അപ്പോൾ ഒരു ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റിനകത്ത് നമ്മൾ ഈ 6 കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്യണം. റിപ്പോർട്ട്, ജനറൽ സ്പെസിഫിക്കേഷൻ, ഡീറ്റെയിൽഡ് സ്പെസിഫിക്കേഷൻ, ഡ്രോയിങ്സ്, കാൽക്കുലേഷൻ ആൻഡ് ഡിസൈൻ, അനാലിസിസ് ഓഫ് റേറ്റ്സ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്കൊരു ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റിനകത്ത് വെക്കേണ്ട കാര്യങ്ങൾ. നെക്സ്റ്റ് വൺ റിവൈസ്ഡ് എസ്റ്റിമേറ്റ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എപ്പോഴൊക്കെയാണ് നമ്മൾ ഒരു എസ്റ്റിമേറ്റ് റിവൈസ് ചെയ്യുന്നത്? അപ്പോ revised estimate. It is a detailed estimate and is required to be prepared under any one of the following circumstances. ഇതൊന്ന് ഓർത്തിരിക്കണം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒബ്ജക്റ്റീവ് ടൈപ്പിന് ചോദിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. When the original sanctioned estimate is exceeded or likely to exceed more than 5%. Original sanctioned estimate is exceeded or likely to exceed more than 5%. നമ്മുടെ ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് റിവൈസ് ചെയ്യണം. ഈ നെക്സ്റ്റ് പറയുന്നത്, when the expenditure on a work exceeded or likely to exceed the amount of administrative sanction by more than 10%. ഇത് തമ്മിൽ മാറിപ്പോകാതെ നോക്കണം. ഈ 10% എന്ന് പറയുന്നത് എക്സ്പെൻഡിച്ചർ ഓൺ എ വർക്ക് ആണ്. എക്സ്പെൻഡിച്ചർ ഓൺ എ സ്പെസിഫിക് വർക്ക്. ഇപ്പോൾ ഏതെങ്കിലും ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ഷനകത്തുള്ള ഏതെങ്കിലും ഒരു സ്പെസിഫിക് വർക്കിന്റെ എസ്റ്റിമേറ്റ് കൂടി പോവാണ്, ഒറിജിനലിൽ നിന്ന് 10% കൂടി പോവാണെങ്കിൽ എന്ത് ചെയ്യണം? എസ്റ്റിമേറ്റ് റിവൈസ് ചെയ്യണം. അല്ലെങ്കിൽ ടോട്ടൽ എസ്റ്റിമേറ്റഡ് എമൗണ്ടിൽ നിന്ന് 5% ഇൻക്രീസ് ചെയ്യാൽ എസ്റ്റിമേറ്റ് റിവൈസ് ചെയ്യണം. പിന്നെ തേർഡ് പോയിന്റ്, അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വെൻ ദർ ആർ മെറ്റീരിയൽ ഡീവിയേഷൻസ്. ഇപ്പൊ നമ്മൾ ഒറിജിനലി ചെയ്യാൻ വെച്ചിരുന്ന എസ്റ്റിമേറ്റ് എടുത്തപ്പോൾ വെച്ചിരുന്ന മെറ്റീരിയൽ വെച്ചിട്ടല്ല ഫൈനലി നമ്മൾ കൺസ്ട്രക്ഷൻ നടത്തുന്നത്. ഈവൻ ദോ കോസ്റ്റിനകത്ത് ഒരു ചേഞ്ചും വരുന്നില്ല എങ്കിലും എന്ത് ചെയ്യണം? നമ്മൾ റിവൈസ്ഡ് എസ്റ്റിമേറ്റ് പെർഫോം ചെയ്യണം. അപ്പോൾ മെറ്റീരിയൽ ഡീവിയേഷൻസ് വന്നു കഴിഞ്ഞാൽ എസ്റ്റിമേറ്റഡ് എമൗണ്ടിൽ ഒരു വ്യത്യാസം ഇല്ലെങ്കിൽ പോലും നമ്മൾ എന്ത് ചെയ്യണം? എസ്റ്റിമേറ്റ് റിവൈസ് ചെയ്യണം. അതാണ് റിവൈസ്ഡ് എസ്റ്റിമേറ്റ്. ഇനി സപ്ലിമെന്ററി എസ്റ്റിമേറ്റ്. അപ്പോൾ സപ്ലിമെന്ററി എസ്റ്റിമേറ്റ് എന്താണ്? It is a detailed estimate and is prepared when additional work are required to supplement the original work or when further development is required during the progress of work. ഇപ്പോൾ നമ്മളൊരു ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്തു. ആ ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്തപ്പോൾ ആ ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റിനകത്ത് ഇല്ലാത്ത കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചെയ്യേണ്ടി വന്നു. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്തു. അപ്പോൾ ആ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ്റെ എസ്റ്റിമേറ്റ് എടുത്തു. പക്ഷേ ഈ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ കഴിഞ്ഞപ്പോഴാണ് നമ്മൾ അറിയുന്നത് ഇങ്ങോട്ട് ഈ ബിൽഡിങ്ങിലേക്ക് വരാനുള്ള റോഡ് വളരെ ചെറിയ റോഡാണ്. നമുക്ക് റോഡിനകത്ത് കുറച്ച് ഡെവലപ്മെന്റ് വേണം. അതിന്റെ റോഡും കുറച്ചും കൂടി വിട്ട് കൂട്ടി ലെവൽ ചെയ്തൊക്കെ എടുക്കണം. അപ്പൊ എന്താ, അതൊരു അഡീഷണൽ വർക്കായിട്ട് വന്നു. അപ്പൊ അങ്ങനെ എന്ത് ചെയ്യണം? നമ്മളൊരു സപ്ലിമെന്ററി എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യണം ടു സപ്ലിമെന്റ് ദ ഒറിജിനൽ വർക്ക്. അതാണ് സപ്ലിമെന്ററി എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത്. When additional works are required to supplement the original work. ആ ടേം ഒന്ന് മാറിപ്പോകരുത്. additional works are required
additional works are required to supplement original work when further development is required during the progress of work. Supplementary estimate prepare ചെയ്യുന്നത്. Next one ആണ് supplementary and revised estimate. So ഇതെന്ന് പറയുമ്പോൾ when a work is partially abandoned, അപ്പോൾ when a work is partially abandoned and the estimated cost of the remaining work is less than 95% of the original work. അപ്പോൾ ഒരു വർക്ക് പാർഷ്യലി അബാൻഡൻ ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ ഒരു റോഡിന്റെ കൺസ്ട്രക്ഷൻ ആണെന്ന് വിചാരിക്കുക. ആ റോഡിന്റെ കൺസ്ട്രക്ഷൻ വർക്ക് ഒരു കോൺട്രാക്ടർ കുറച്ച് വർക്ക് ചെയ്തു, എന്നിട്ട് ആ പുള്ളി ആ വർക്ക് ഇട്ടിട്ട് പോവുകയാണ്. പുള്ളിക്ക് എന്തോ ലോസോ എന്തെങ്കിലും കാരണം വർക്ക് ഇട്ടിട്ട് പോകുവാണ്. ആ സമയത്ത് അതിന്റെ ബാക്കി വർക്ക് ചെയ്യാനായിട്ട് ഒറിജിനൽ എസ്റ്റിമേറ്റഡ് എമൗണ്ടിന്റെ എസ്റ്റിമേറ്റഡ് കോസ്റ്റ് ഓഫ് ദ റിമൈനിങ് വർക്ക് ഈസ് ലെസ് ദാൻ 95% ഓഫ് ദ ഒറിജിനൽ വർക്ക്. അങ്ങനെ ഒരു കേസിലാണെങ്കിൽ നമ്മൾ ഒരു സപ്ലിമെന്ററി ആൻഡ് റിവൈസ്ഡ് എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യും. അതേ കണക്ക് തന്നെ എന്താണ് ഒരു മെറ്റീരിയൽ ഡീവിയേഷൻസ് ഒക്കെ വരികയാണെങ്കിലും നമ്മൾ ഈ സപ്ലിമെന്ററി ആൻഡ് റിവൈസ്ഡ് എസ്റ്റിമേറ്റ് ആണ് പ്രിപ്പയർ ചെയ്യുന്നത്. When a work is partially abandoned and the estimated cost of the remaining work is less than 95% of the original work, that is less than 95% of the original sanctioned estimate, or when there are material deviations and changes in design. So ഈ ഒരു കേസിലെല്ലാം നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതാണ് സപ്ലിമെന്ററി ആൻഡ് റിവൈസ്ഡ് എസ്റ്റിമേറ്റ്. when there are material deviations and changes in design. ഈ ടേംസ് ഒക്കെ ഓർത്തിരിക്കുക, ഈ റെഡ് ലൈൻസിന് മാർക്ക് ചെയ്തിരിക്കുന്ന ടേംസ് ഒക്കെ ഓർത്തിരിക്കുക. ഈ ഒരു കേസിലാണ് നമ്മൾ സപ്ലിമെന്ററി ആൻഡ് റിവൈസ്ഡ് എസ്റ്റിമേറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ സപ്ലിമെന്ററി എസ്റ്റിമേറ്റ് ഓർത്തിരുന്നാൽ മതി. എന്ത് ചെയ്യാണ്, നമ്മൾ ഒറിജിനൽ വർക്കിനെ കൂടാതെ എന്തെങ്കിലും അഡീഷണൽ വർക്ക് പെർഫോം ചെയ്യുകയാണെങ്കിൽ നമ്മൾ കൊടുക്കുന്നതാണ് സപ്ലിമെന്ററി എസ്റ്റിമേറ്റ്. ഇനി നെക്സ്റ്റ് വൺ ആണ് ആനുവൽ റിപ്പയർ ഓർ മെയിൻ്റനൻസ് എസ്റ്റിമേറ്റ്. സോ നമ്മളൊരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ചിലപ്പോൾ ഇയർലി റിപ്പയർ വർക്ക് ഉണ്ടാവും, അല്ലെങ്കിൽ നമുക്കൊരു കുറച്ച് വർഷം കഴിയുമ്പോൾ പെയിന്റിങ് ഒക്കെ നമുക്ക് വീണ്ടും ചെയ്യേണ്ടി വരും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ആനുവൽ റിപ്പയർ ഓർ മെയിൻ്റനൻസ് എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത്. സോ അതിനകത്ത് പറയുന്നത് ആഫ്റ്റർ കംപ്ലീഷൻ ഓഫ് എ വർക്ക് ഇറ്റ് ഈസ് നെസസറി ടു മെയിൻറ്റെയിൻ ദ സെയിം ഫോർ ഇറ്റ്സ് പ്രോപ്പർ ഫങ്ഷൻ. അപ്പോൾ ഒരു വർക്കിന് ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്ത് കഴിഞ്ഞാലും അതിനകത്ത് വരുന്ന ഇയർലി മെയിൻ്റനൻസ് അതൊക്കെ പറയുന്നതാണ് ആനുവൽ റിപ്പയർ ഓർ മെയിൻ്റനൻസ് എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് വൺ ആണ് മെത്തേഡ് ഓഫ് മെഷർമെന്റ് ഓഫ് വേരിയസ് ഐറ്റംസ് ഓഫ് വർക്ക്. നമ്മൾ ഒരു ബിൽഡിങ്ങിന്റെ ഡിഫറെന്റ് ഐറ്റംസ് എങ്ങനെയാണ് മെഷർ ചെയ്യുന്നത്? ചില ഐറ്റംസ് എല്ലാം നമ്മൾ വോളിയത്തിലായിരിക്കും മെഷർ ചെയ്യുന്നത്, ചില ഐറ്റംസ് ഒക്കെ നമ്മൾ ലെങ്ത്തിലായിരിക്കും മെഷർ ചെയ്യുന്നത്, ചില ഐറ്റംസ് ഒക്കെ ഏരിയയിലായിരിക്കും മെഷർ ചെയ്യുന്നത്. അപ്പൊ അത് എങ്ങനെയാണ് നമ്മൾ ഒരു ബിൽഡിങ്ങിനകത്തുള്ള ഡിഫറെന്റ് വർക്ക്സിനെ എങ്ങനെയാണ് നമ്മൾ മെഷർമെന്റ്സ് ചെയ്യുന്നതെന്നാണ് നോക്കുന്നത്. ഫസ്റ്റ് വൺ ആണ് എർത്ത് വർക്ക്. അപ്പോൾ എർത്ത് വർക്കിന്റെ മെഷർമെന്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് മീറ്റർ ക്യൂബിലാണ്. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഡെപ്ത്. അപ്പോൾ എർത്ത് വർക്ക് ഇൻ എക്സ്കവേഷൻ ആൻഡ് എർത്ത് വർക്ക് ഇൻ ഫില്ലിംഗ്. അപ്പൊ രണ്ട് കാര്യങ്ങളും. ഇപ്പൊ നമുക്ക് ഫൗണ്ടേഷന് വേണ്ടി എന്താ ചെയ്യുന്നത്? എക്സ്കവേറ്റ് ചെയ്യാണ്. അത് കണക്ക് തന്നെ നമ്മൾ ഫൗണ്ടേഷൻ അപ് ടു പ്ലിന്ത് ലെവൽ വരെ കൺസ്ട്രക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? എർത്ത് ഫില്ലിംഗ് ചെയ്യും. അത് രണ്ടിന്റെയും ക്വാണ്ടിറ്റി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് മീറ്റർ ക്യൂബിലാണ്. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. മീറ്റർ ക്യൂബിലാണ് നമ്മൾ മെഷർമെന്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഈ നെക്സ്റ്റ് വൺ കോൺക്രീറ്റ് ഇൻ ഫൗണ്ടേഷൻ. ഫൗണ്ടേഷൻ കോൺക്രീറ്റ് നമ്മൾ മെഷർ ചെയ്യുന്നത് മീറ്റർ ക്യൂബിലാണ്. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു തിക്നെസ് ഓർ ഹൈറ്റ്. ഫൗണ്ടേഷൻ കോൺക്രീറ്റിന്റെ ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത് മീറ്റർ ക്യൂബ്സിലാണ്. ഈ നെക്സ്റ്റ് വൺ ആണ് ഡാം പ്രൂഫ് കോഴ്സ്. ഡാം പ്രൂഫ് കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് വോളിൽ ഡാംനെസ് പ്രിവെന്റ് ചെയ്യാൻ, വോളിലേക്ക് ഡാംനെസ് വരാതെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡാം പ്രൂഫ് കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി ഇതിനകത്ത് ഈ ഡാം പ്രൂഫ് കോഴ്സിന്റെ തിക്നെസ് ഓർത്തിരിക്കുക, 2.5 സെന്റിമീറ്റർ ആണ് ഡാം പ്രൂഫ്
ഡാം പ്രൂഫ് കോഴ്സ് കൊടുക്കുന്നത് ഫുൾ വിഡ്ത്ത് ഓഫ് വാൾ. ഇതൊന്ന് ഓർത്തിരിക്കുക, ഇതൊക്കെ ചിലപ്പോൾ നമുക്ക് ഓപ്ഷൻ ഒക്കെ കീഴെ വരുന്നതാണ്. അപ്പോൾ ഡാം പ്രൂഫ് കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് ഫുൾ വിഡ്ത്ത് ഓഫ് വാൾ. അതിന്റെ ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത് ലെങ്ത് ടു ബ്രെഡ്ത്ത് ആണ്. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. അവിടെ നമ്മൾ ഹൈറ്റ് അല്ലെങ്കിൽ തിക്നെസ് ഓഫ് ഡാം പ്രൂഫ് കോഴ്സ് കൺസിഡർ ചെയ്യില്ല. അപ്പോൾ ഡാം പ്രൂഫ് കോഴ്സിന്റെ ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത് ലെങ്ത് ഓഫ് ഡാം പ്രൂഫ് കോഴ്സ് ഇൻറ്റു ബ്രെഡ്ത്ത് ഓഫ് ഡാം പ്രൂഫ് കോഴ്സ്. അവിടെ എന്ത് കാൽക്കുലേറ്റ് ചെയ്യില്ല? തിക്നെസ് ഓഫ് ഡാം പ്രൂഫ് കോഴ്സ് കാൽക്കുലേറ്റ് ചെയ്യില്ല. ഇനി ഈ ഒരു ഹലോ, കേൾക്കുന്നില്ലേ? നെറ്റ് കട്ടായി പോയി ഇടയ്ക്ക്. കേൾക്കാം സാർ. ഡാം പ്രൂഫ് കോഴ്സ് പറഞ്ഞത് കേട്ടായിരുന്നോ? ഡാം പ്രൂഫ് കോഴ്സ് വരെ കേട്ടായിരുന്നു. ഓക്കെ. അപ്പോൾ ഡാം പ്രൂഫ് കോഴ്സ്, അപ്പോൾ ഡാം പ്രൂഫ് കോഴ്സ് വരാന്ത ഓപ്പണിംഗ് ഡോറിന്റെ താഴെയൊന്നും ഡാം പ്രൂഫ് കോഴ്സ് പ്രൊവൈഡ് ചെയ്യില്ല. ഇത് ഓർത്ത് വെച്ചോണം. അത് നമ്മൾ പലപ്പോഴും തെറ്റിക്കുന്നതാണ്. ഡാം പ്രൂഫ് കോഴ്സിന്റെ ക്വാണ്ടിറ്റി ചോദിക്കുമ്പോൾ നമ്മൾ ആദ്യമേ മീറ്റർ ക്യൂബിലൊക്കെ എടുത്ത് എഴുതി വെക്കും. ഓർത്തിരിക്കുക, ഡാം പ്രൂഫ് കോഴ്സിന്റെ ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഏരിയയിലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ, മേസണറി. ഇപ്പോൾ മേസണറി എന്ന് പറയുമ്പോൾ സ്റ്റോൺ മേസണറി ഉണ്ട്, ബ്രിക്ക് മേസണറി ഉണ്ട്. അപ്പോൾ സ്റ്റോൺ മേസണറി ആയാലും ബ്രിക്ക് മേസണറി ആയാലും നമ്മൾ ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത് മീറ്റർ ക്യൂബിലാണ്. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റിലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി മേസണറി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ്, മേസണറി ഇപ്പോൾ വോളിനകത്തൊക്കെ ഉള്ള ഓപ്പണിങ്സ് ഡിഡക്ട് ചെയ്യും. ഡോറിന്റെ ഓപ്പണിംഗ്, വിൻഡോയുടെ ഓപ്പണിംഗ് ഒക്കെ ഡിഡക്ട് ചെയ്തിട്ട് ബാക്കിയുള്ള പോർഷൻ മാത്രമേ കൺസിഡർ ചെയ്യാവുള്ളൂ. ഇനി ഇതിനകത്ത് ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, the thin partition wall is measured in square meter. ഇത് PSCക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. Thin partition walls are measured in dash എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ thin partition walls are measured in square meters. അത് ഓർത്തിരിക്കുക. Thin partition പാർട്ടീഷൻ വാൾ മെഷർ ചെയ്യുന്നത് സ്ക്വയർ മീറ്റേഴ്സിലാണ്. ഹണി കോംബ് വാള് നമ്മൾ മെഷർ ചെയ്യുന്നത് സ്ക്വയർ മീറ്റർ ആണ്. അപ്പോൾ ഈ ഹണി കോംബ് എന്ന് പറയുമ്പോൾ വാളിനകത്ത് ഒരുപാട് ഗ്യാപ്പ്
സ്ക്വയർ മീറ്റേഴ്സിലാണ് മെഷർ ചെയ്യുന്നത്. ഈ നെക്സ്റ്റ് വൺ ഞാൻ നേരത്തെ പറഞ്ഞു, സ്റ്റോൺ മേസണറി നമ്മൾ ബ്രിക്ക് മേസണറി മെഷർ ചെയ്യുന്ന കണക്കന്നെ വോളിയത്തിലാണ് മെഷർ ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ RCC വർക്ക്, റീഇൻഫോഴ്സ്ഡ് സിമെന്റ് കോൺക്രീറ്റ് വർക്ക്. അപ്പോൾ RCC വർക്ക് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് മീറ്റർ ക്യൂബിലാണ്. ലെങ്ത് ഓഫ് സ്ലാബ് ഇൻറ്റു ബ്രെഡ്ത്ത് ഓഫ് സ്ലാബ് ഇൻറ്റു ഹൈറ്റ് ഓഫ് സ്ലാബ്, അല്ലെങ്കിൽ കോളം ആണെങ്കിൽ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. അപ്പോൾ RCC വർക്കിന്റെ ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത് മീറ്റർ ക്യൂബിലാണ്. ഇനി സ്റ്റീൽ വർക്കിന്റെ ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത് ക്വിന്റലിലോ കിലോഗ്രാമിലോ ടൺസിലോ ആയിരിക്കും. സ്റ്റീൽ വർക്ക് ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത് ക്വിന്റൽ ഓർ കിലോഗ്രാം ഓർ ടൺ. ഇനി ഒരു RCC വർക്കിനകത്ത് നമുക്ക് സ്റ്റീലിന്റെ ക്വാണ്ടിറ്റി തന്നിട്ടില്ല എങ്കിൽ, ഇപ്പോൾ ഒരു RCC വർക്ക് കൺസിഡർ ചെയ്യണം, ഇപ്പോൾ ഒരു 10 m³ RCC റീഇൻഫോഴ്സ് സിമെന്റ് കോൺക്രീറ്റ് വർക്ക് ചെയ്യണം. പക്ഷെ അത് എത്ര എമൗണ്ട് റീഇൻഫോഴ്സ്മെന്റ് വേണോ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ 0.8 to 1% ആണ് നമ്മൾ യൂഷ്വലി ഒരു RCCക്ക് കൊടുക്കുന്ന റീഇൻഫോഴ്സ്മെന്റ് ക്വാണ്ടിറ്റി. അപ്പോൾ 0.8 to 1% ഓഫ് കോൺക്രീറ്റ് ആണ് നമ്മൾ RCC ഒരു റീഇൻഫോഴ്സ്മെന്റ് ആയിട്ട് എടുക്കുന്നത്. ഒരു റീഇൻഫോഴ്സ്ഡ് സിമെന്റ് കോൺക്രീറ്റ് വർക്ക് ചെയ്യാനായിട്ട് അതിന്റെ 0.8 to 1% വോളിയം റീഇൻഫോഴ്സ്മെന്റ് പ്രൊവൈഡ് ചെയ്യണം. അതും കൂടെ ഓർത്തിരിക്കാം. ഇതും എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ 0.8 to 1% of RCC work by volume may be taken for steel if other details are not given. അത് ഓർത്തിരിക്കുക. ഇത് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് PSCക്ക്. നെക്സ്റ്റ് വൺ ഫ്ലോറിംഗ്. ഫ്ലോറിങ്ങിന്റെ ക്വാണ്ടിറ്റി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് സ്ക്വയർ മീറ്റേഴ്സിലാണ്, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്തിലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ലെങ്ത് ഓഫ് ഫ്ലോർ ഇൻറ്റു ബ്രെഡ്ത്ത് ഓഫ് ഫ്ലോർ. തിക്നെസ് ഓഫ് ഫ്ലോറിങ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യില്ല. അതും കൂടെ ഓർത്തിരിക്കുക. ഫ്ലോറിങ്ങിന്റെ ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത് സ്ക്വയർ മീറ്റേഴ്സ് ആണ്. ഇനി നമ്മൾ ഫസ്റ്റ് ഫ്ലോർ സെക്കൻഡ് ഫ്ലോർ ഒക്കെ എടുക്കുവാണെന്ന് വിചാരിക്കാം. ഫസ്റ്റ് ഫ്ലോറും സെക്കൻഡ് ഫ്ലോറും ഒക്കെ എടുക്കുകയാണെങ്കിൽ എന്തായിരിക്കും, നമുക്കൊരു RCC സ്ട്രക്ചറിന്റെ മുകളിലാണ് അവിടെ ഫ്ലോർ ഇരിക്കുന്നത്. ഇപ്പൊ ഫസ്റ്റ് ഫ്ലോർ എന്ന് വെച്ചാൽ എന്താ, ഗ്രൗണ്ട് ഫ്ലോറിന്റെ റൂഫിനെയാണ് നമ്മൾ ഫസ്റ്റ് ഫ്ലോർ എന്ന് പറയുന്നത്. അപ്പം ആ ഗ്രൗണ്ട് ഫ്ലോറിന്റെ റൂഫ് അല്ലെങ്കിൽ ഫസ്റ്റ് ഫ്ലോർ എന്താണ്, അവിടെ ഒരു റീഇൻഫോഴ്സ്ഡ് സിമെന്റ് കോൺക്രീറ്റ് സ്ട്രക്ചർ ഉണ്ട്. അതിന്റെ മുകളിലാണ് നമ്മൾ റൂഫ് കവറിംഗ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ടൈലോ മാർബിളോ ഒക്കെ റൂഫ് കവറിംഗ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ നമ്മൾ ഫ്ലോറിങ്ങിന്റെ ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ രണ്ടായിട്ട് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ സപ്പോർട്ടിംഗ് സ്ട്രക്ചർ ഇസ് ടേക്കൺ സെപ്പറേറ്റ്ലി ഇൻ ക്യുമെക്സ്. അതായത് ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ഫ്ലോർ കൺസിഡർ ചെയ്യുമ്പോൾ, ഫസ്റ്റ് ഫ്ലോർ എന്ന് വെച്ചാൽ ഗ്രൗണ്ട് ഫ്ലോറിന്റെ റൂഫാണ്. അവിടെ നമുക്ക് എന്തുണ്ട്, ഒരു RCC സ്ട്രക്ചർ ഉണ്ട്. RCCയുടെ ക്വാണ്ടിറ്റി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ലെങ്ത് ഓഫ് സ്ലാബ് ഇൻറ്റു ബ്രെഡ്ത്ത് ഓഫ് സ്ലാബ് ഇൻറ്റു ഹൈറ്റ് ഓഫ് സ്ലാബ്. അപ്പോൾ അത് ക്യൂബിക് മീറ്റേഴ്സിലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി ഫ്ലോർ ഫിനിഷിംഗ് എന്ന് വെച്ചാൽ നമ്മൾ ഫസ്റ്റ് ഫ്ലോറിൽ എന്തെങ്കിലും റൂഫ് കവറിങ്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ ടൈലോ ഹലോ കേൾക്കാമോ? ഒരു കാര്യം ചെയ്യാം, എനിക്ക് നെറ്റ് ഭയങ്കര പ്രശ്നം. ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം. ഓക്കേ സർ. കട്ടായി പോകുന്നു. ഓക്കേ, താങ്ക് യു. ഹലോ ചിത്ര. ഹലോ. പറഞ്ഞു സർ.
പറയുന്നൊക്കെ മനസ്സിലാവുന്നുണ്ടോ ചിത്ര? ഉണ്ട്, ക്ലിയർ ആണ്. ഓക്കെ, ശരി. ആരും ഒന്നും ഇല്ല, അതാണ് ചോദിച്ചത്. കുഴപ്പമൊന്നുമില്ല. ഓക്കെ, താങ്ക് യു. താങ്ക് യു സർ.